ന്യൂസ് 16 കേരള. ഇസ്രയേലുമായി ഇനി നേരിട്ട് യുദ്ധം, ഹൂതികൾ. കഴിഞ്ഞ ദിവസം ഇസ്രയേൽ യമനിൽ നടത്തിയ ആക്രമണത്തിനെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ ഹൂതികൾ ഒരുങ്ങുന്നു. ഇസ്രയേലുമായി നേരിട്ടുള്ള യുദ്ധത്തിന്റെ നാളുകളായിരിക്കും ഇനിയെന്ന് യമനിലെ ഹൂതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു ദീർഘകാല യുദ്ധത്തിന് സജ്ജമാണെന്നും ഹുദൈദ ആക്രമണത്തിന് കടുത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും അത് വൈകില്ലെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ശനിയാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 6 പേർ കൊല്ലപ്പെടുകയും 3 പേരെ കാണാതാവുകയും 83 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും ബ്രിട്ടനും ആക്രമണം നടത്തി. എണ്ണ സംഭരണ കേന്ദ്രങ്ങളെയും പവർ സ്റ്റേഷനെയും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഇസ്രയേലിന്റെ ആക്രമണം. വ്യോമാക്രമണത്തിൽ പരിക്കേറ്റവരിൽ ഭൂരിഭാഗത്തിനും ഗുരുതരമായി പൊള്ളലേറ്റിട്ടുണ്ട്. തീവ്രമായ ബോംബാക്രമണത്തിനിടെ നഗരത്തിലുടനീളം സ്ഫോടന ശബ്ദം കേട്ടതായി ഹൊദൈദ നിവാസികൾ മാധ്യമങ്ങളോട് പറഞ്ഞു. തുറമുഖത്തെ എണ്ണ ടാങ്കുകളിലെ തീ അണയ്ക്കാൻ സിവിൽ ഡിഫൻസ് സേനയും അഗ്നിശമന സേനാംഗങ്ങളും ശ്രമിക്കുന്നതായി അൽമസിറ TV റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം ഇറാനിൽ നിന്നുള്ള ആയുധങ്ങൾ സ്വീകരിക്കാൻ ഹൂതികൾ തുറമുഖം ഉപയോഗിച്ചിരുന്നതായി ഇസ്രയേൽ സൈനിക വക്താവ് പറഞ്ഞു. F-15 യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണമെന്ന് ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണം നടത്തിയ തങ്ങളുടെ വിമാനങ്ങളെല്ലാം സുരക്ഷിതമായി തിരിച്ചെത്തിയെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു. ഹൂതികൾ നിരന്തരം തുടരുന്ന പ്രകോപനങ്ങൾക്ക് മറുപടിയാണ് ആക്രമണമെന്ന് ഇസ്രയേൽ അറിയിച്ചു. ഹൂതികൾ 200-ലധികം തവണയാണ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയതെന്നും രാജ്യത്തിന് ഭീഷണിയാകുന്ന ആക്രമണങ്ങളെ സൈന്യം തടയുമെന്നും പ്രതിരോധ വലയം തീർക്കുമെന്നും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് അറിയിച്ചു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US കോൺഗ്രസിനെ അഭിസംബോധന ചെയ്യാൻ വാഷിംഗ്ടണിലേക്ക് പോകാൻ ഒരുങ്ങുന്നതിനിടെയാണ് ഇത് സംഭവിച്ചത്. ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് നാസർ കനാനി ഇസ്രയേലി ആക്രമണങ്ങളെ അപലപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ടെൽ-അവീവിൽ ഹൂതി ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തുമെന്ന് ആഹ്വാനം ചെയ്തത്. തൊട്ടു പിന്നാലെയായിരുന്നു ആക്രമണം. അതേസമയം ഇസ്രയേൽ യമൻ സംഘർഷത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി. യുദ്ധം വ്യാപിക്കുന്ന സാഹചര്യം ചെറുക്കണമെന്ന് UN ആവശ്യപ്പെട്ടു. അതിനിടെ വെടിനിർത്തൽ ചർച്ചയുമായി മുന്നോട്ടു പോകാൻ ഇസ്രയേൽ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. നെതന്യാഹുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന 6 മണിക്കൂറോളം നീണ്ട ചർച്ചയിൽ സംഘത്തെ ദോഹയിലേക്ക് അയക്കാൻ ധാരണയായി. എന്നാൽ ഹൂതികളുടെ ഭാഗത്തു നിന്ന് ആക്രമണമുണ്ടായാൽ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ ഇസ്രയേൽ സുരക്ഷാ മന്ത്രിസഭാ യോഗം വിലയിരുത്തി. അമേരിക്ക, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുടെ സഹായത്തോടെ ഹൂതികളുടെ സൈനിക ശേഷി ദുർബലപ്പെടുത്താനുള്ള നീക്കവും ഇസ്രയേൽ ആലോചിക്കുന്നുണ്ട്. എന്നാൽ കടുത്ത നിലപാടിൽ നിന്ന് പിൻവാങ്ങിയ നെതന്യാഹുവിന് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് നന്ദി പറഞ്ഞതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സുപ്രധാന ചർച്ചകൾക്കായി നെതന്യാഹു അമേരിക്കയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാതെ US-ലേക്ക് തിരിക്കുന്ന നെതന്യാഹുവിനെതിരെ ടെൽ-അവീവ് വിമാനത്താവളത്തിന് മുന്നിൽ ആയിരങ്ങളാണ് പ്രതിഷേധിച്ചത്. നിലവിൽ ഗസയിൽ ആക്രമണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലടക്കം സിവിലിയൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ 64 പേർ കൊല്ലപ്പെട്ടു. ഗസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ 38,983 പേരാണ് കൊല്ലപ്പെട്ടത്. ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 2 ലബനാൻ സൈനികർക്കും പരിക്കേറ്റു. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.